ഈ മഴക്കാലം കളറാക്കാൻ പറ്റിയ ഒരു പൂവാട്ടോ ഫ്ലോക്സ്. അതീവ മനോഹരമായ നിറക്കൂട്ടുകളുടെ ഒരു സമ്മേളനം തന്നെയാണിത്. പിന്നെ പല ഡബിൾ ഷെയ്ഡുകളിലും ഇത് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, വിത്തിൽ നിന്നും മുളപ്പിച്ചതാണ്. ഓരോരോ ചെടിയിലും ഉണ്ടാകുന്ന പൂ വ്യത്യസ്ത തരത്തിലാണ് ട്ടോ. ആകൃതിയിലും വ്യത്യാസമുണ്ട്, അതുപോലെ കളറിലും. വയലറ്റ്, വെള്ള, പിങ്ക്, വൈറ്റ്, പിന്നെ അതുപോലെ മജന്ത, വൈറ്റ്, അങ്ങനെ അങ്ങനെ നേരിയ വേരിയേഷനോടുകൂടി പല കളറിലും ഇത് വരുന്നുണ്ട് ട്ടോ. എന്തൊരു മനോഹരമാണെന്നറിയോ. ഇതിപ്പോൾ ഈ മഴക്കാലത്തെ ഈ മഴ സീസണിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോഴും ഇത് വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു സീസണൽ പ്ലാന്റ് ആണ്. കാരണം ഇതോടുകൂടി ഈ ചെടി നശിച്ചു പോകും. പക്ഷെ അതിൽ നിന്ന് വിത്തുകളിൽ നിന്ന് നമുക്ക് വീണ്ടും ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും മുളപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത സെറ്റ് ചെടികൾ നമ്മൾക്ക് പൂക്കൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി കഴിയും കേട്ടോ. അങ്ങനെ നമ്മൾ തീർക്കുക എന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ, അതായത് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടും. വെളിച്ചം മതി, വലിയ വെയിലൊന്നും വേണ്ട. സൺഷെയ്ഡിനടിയിലാണ് ഇതിരിക്കുന്നത്. എന്നാൽ വലിയ മഴ കൊള്ളാതെ ഒരു മഴച്ചാറൽ മാത്രം കൊള്ളുന്ന തരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ. ചെടികളാണെങ്കിൽ നന്നായിട്ട് സർവൈവ് ചെയ്യും. ഒരു പക്ഷേ പെറ്റൂണിയ, നാടൻ പെറ്റൂണിയെക്കാട്ടും നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ചെടികളാണ് കേട്ടത് ഫ്ലോക്സ്. ഇതിൽ ഫ്ലോക്സ് ബ്യൂട്ടി, സ്റ്റാർ ഫ്ലോക്സ്, അതുപോലെ ടിങ്കിൾ സ്റ്റാർ ഫ്ലോക്സ്, അങ്ങനെ 2-3 തരത്തിൽ പെട്ടതുണ്ട്. ഇത് തന്നെ 2-3 തരത്തിൽപ്പെട്ട വിത്തുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മുളച്ചിട്ടുണ്ട്. അതുപോലെ പൂത്ത് തീരാനായിട്ടോ. ഇപ്പം ഇത് കുറേ ആയി ഇപ്പോൾ തുടങ്ങിയിട്ട്. എന്ത് രസമാണ് രാവിലെ തന്നെ ഇരിക്കുമ്പോൾ നല്ല കണ്ണിലിങ്ങനെ കളറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം ഉണ്ടാക്കാൻ. ജീവിതം തന്നെ വളരെ പ്രസൻറ്റോട് ഒരു ഇതിലേക്ക് പ്രസൻ്റായിട്ട് അനുഭവപ്പെടാൻ നമുക്കിത് സഹായിക്കും. വളരെ നല്ല പൂക്കളാണ്. വേണ്ടവർക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓൺലൈൻ വഴി വിത്തുകൾ കിട്ടും. അല്ലെങ്കിൽ ആരുടെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഇതേ ചെടിയിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാൻ കഴിയും. ഒറ്റ പ്രാവശ്യം വാങ്ങിയാൽ മതി. ബാക്കി വിത്തുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും